ഇന്ത്യക്ക് മിത്രങ്ങളായി 2 രാജ്യങ്ങളെ നമ്മൾ കണ്ടു. ഒന്ന് ഇസ്രായേലാണ്. ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിനെ, അവിടുത്തെ ജനങ്ങളെ തള്ളിപ്പറഞ്ഞ് അവർക്ക് ആശ്രയം കൊടുക്കാതിരുന്നപ്പോൾ ഇന്ത്യയിലെ അന്നു മുതൽ ഇന്ത്യയിലെ ഇസ്രായേൽ ജനങ്ങൾക്ക് ആശ്രയം കൊടുത്തു എന്നാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചിയിലൊക്കെ ഇസ്രായേലിൻ്റെ അവരുടെ പള്ളികളുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, പൂനെയിലുണ്ട്. അപ്പോൾ അവർ പ്രതിസന്ധിയിലായിരുന്നപ്പം ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുന്നതിന് മുമ്പ് മുതൽ ഇന്ത്യ അഭയം കൊടുത്തിരുന്നു അവർക്ക്. ലോകത്തെ ഒരു രാഷ്ട്രങ്ങളും അവരെ അഭയം കൊടുക്കാത്ത സന്ദർഭത്തിൽ അവർക്ക് അഭയം കൊടുത്തത് നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ഓപ്പണായിട്ട് ഇന്ത്യയുടെ പക്ഷം ചേർന്നിരിക്കുന്നത്. കാരണം സഹോദരനെ പോലെ തന്നെ കാണുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ബാക്കി ലോകത്തിലെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, നമ്മുടെ ആപത്ത് ഘട്ടത്തിൽ ഓപ്പണായിട്ട് നമ്മുടെ ഒരു സഹോദരനെ പോലെ വന്നത് ഇസ്രായേൽ മാത്രമാണ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ നമുക്ക് ശത്രുത നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഒപ്പമാണ്. കാരണം പാകിസ്ഥാൻ്റെ അവരുടെ പടിഞ്ഞാററ്റം അവർ 10 ലക്ഷം അഫ്ഗാൻ റെഫ്യൂജീസ് പാകിസ്ഥാനിൽ കയറി കിടപ്പുണ്ട്. പാകിസ്ഥാനുമായിട്ട് തീർച്ചയായിട്ടും കുറേ നാളുകളായി അഫ്ഗാൻ റിഫ്റ്റാണ്. അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യ അതിലേക്കുള്ള അഫ്ഗാനിസ്ഥാനെ ഇന്ത്യക്കൊപ്പം നിർത്താനുള്ള ഒരു പ്രസ്താവന നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കറിൻ്റെ ഇതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ പാകിസ്ഥാനിലെ ഈ ഒരു പ്രശ്നം നമുക്ക് വന്നപ്പം നമ്മുടെ ഒപ്പം നിന്ന് നമ്മൾ ലോയൽറ്റി പ്രഖ്യാപിച്ചതാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഈ 2 രാഷ്ട്രങ്ങൾ ഇന്ത്യയോടൊപ്പം ചേർത്ത് നിർത്തേണ്ടി വരും. ഇപ്പം നമ്മുടെ ശത്രു രാജ്യമായിട്ട് ടർക്കി വന്നിട്ടുണ്ട്, അസർബൈജാനും വന്നിട്ടുണ്ട്. ടർക്കി പാകിസ്ഥാൻ്റെ ഒപ്പം ചേർന്ന് അവർ 20ഓളം ആംഡ് മെന്നിനെ അവിടെ അയച്ചു കൊടുത്തിട്ട് അവരെ പിൻവലിക്കുകയും ചെയ്തു. ടർക്കിയുടെ ഒരു കപ്പൽ പാകിസ്ഥാനിൽ സഹായത്തിന് എത്തിയിട്ട് മടങ്ങിപ്പോയതായിട്ടും കണ്ടു. ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലായി. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ഉന്നതരായ 3-4 ശക്തികളിലെ ഏറ്റവും മുമ്പനായി നിൽക്കുന്ന ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞു എന്നാണ്. അതാണ് നമുക്കിപ്പം മനസ്സിലാകേണ്ടത്. ശബ്ദത്തിൻ്റെ വേഗതയിൽ, ശബ്ദത്തിൻ്റെ 3 ഇരട്ടിയിൽ പോകുന്ന മിസൈൽ ബ്രഹ്മോസ്, അത് നമ്മൾ പ്രയോഗിച്ചില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ബ്രഹ്മോസ് പ്രയോഗിച്ചു എന്ന് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചില വക്താക്കൾ പറഞ്ഞു കഴിഞ്ഞു. അതെവിടെയാണ് പ്രയോഗിച്ചത്? കിരാന ഹിൽസിൽ, പാകിസ്ഥാനിലെ കിരാന ഹിൽസിലാണ് അവരുടെ അണുബോംബുകൾ അവരുടെ മിസൈലിലൊക്കെ റെഡിയാക്കി വച്ചിരിക്കുന്നത്. കിരാന ഹിൽസിലാണ്. പിന്നെ അവിടുത്തെ അവരുടെ ടണൽ, ആ ടണലിൻ്റെ മുഖത്ത് ഇന്ത്യയുടെ ബ്രഹ്മോസ് ചെന്ന് പതിച്ചു. ഒരു കാര്യം ലോകത്തിനിപ്പം മനസ്സിലായി, അണുബോംബ് കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഇന്ത്യയുടെ അടുത്ത് ചിലവാകില്ല എന്ന്. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന കവാടത്തിലേക്ക് അടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ബ്രഹ്മോസ് ഉണ്ട്. ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിൽ പോകുന്ന ബ്രഹ്മോസ് 1,86,000 കിലോമീറ്ററാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. അതിൻ്റെ 3 ഇരട്ടി വേഗതയിൽ ബ്രഹ്മോസ് പോയിരിക്കും. ഏതെങ്കിലും രാഷ്ട്രം ഇന്ത്യക്കെതിരായിട്ട് ഒരു അണു ബോംബ് ഉൾപ്പെടെയുള്ള മിസൈലോ എന്തെങ്കിലും ഒരെണ്ണം തൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൂമുഖത്ത് തന്നെ അടിക്കാനുള്ള, വിത്തിൻ സെക്കൻഡ് അടിക്കാനുള്ള ശക്തിയും അതിനുള്ള എക്യുപ്മെൻറ്റും അതിനുള്ള മിസൈൽ ഇന്ത്യയുടെ കൈവശം ഉണ്ട് എന്ന് ഇപ്പം ലോകത്തിന് മനസ്സിലായി. അതിൻ്റെ ആ ഡിഫൻസ് ഏത് രീതിയിലാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കെതിരായിട്ട് പ്രയോഗിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. ലോകത്തിലെ പല യുദ്ധ എക്സ്പെർട്ടുകളും പറയുന്നത് ഇന്ത്യ ആ കാര്യത്തിൽ വളരെ സൂപ്പർ പവർ തന്നെയാണ് എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഇതുവരെ ലോകം കാണാത്ത പല മിസൈലും പല ഡ്രോണുകളുടെയും പ്രവർത്തനം എന്താണ് എന്ന് ലോകത്തിന് ഇപ്പം മനസ്സിലായി. പ്രത്യേകിച്ച് പാകിസ്ഥാന് ഇന്ത്യൻ മണ്ണിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് പ്രിസൈസ്ഡായിട്ടുള്ള പല മിസൈലും നമ്മൾ വിട്ടുകൊണ്ടിരുന്നത്, അവരെ പാഠം പഠിപ്പിച്ചത്. എന്തായാലും ബ്രഹ്മോസ് എന്ന അതിൻ്റെ ശക്തി അത് ഇപ്പോൾ ലോകത്തിന് മനസ്സിലായി. ആ ബ്രഹ്മോസിന് ധാരാളം ഡിമാൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത്. ഈ ലോകരാഷ്ട്രങ്ങൾ പലരും ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്ത്യയുടെ ശക്തി ഇപ്പം പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഏരിയയിൽ നമ്മൾ
അവരെ അടിച്ച് നിലം പരിശാക്കിയപ്പം മനസ്സിലായി. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പാകിസ്ഥാനിൻ്റെ 1960 നദീജല കരാർ നമ്മൾ റദ്ദ് ചെയ്ത് പിൻവലിച്ചു. സിന്ധു നദീജലം നമ്മൾ പാകിസ്ഥാന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ആ വെള്ളം പാകിസ്ഥാന് ലഭിച്ചില്ലെങ്കിൽ പാകിസ്ഥാന് അഗ്രികൾച്ചർ രംഗത്ത്, അവരെ ഭക്ഷ്യ രംഗത്ത് അവർ വലിയധികം പ്രതിസന്ധിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാകുന്നത്. പാകിസ്ഥാൻ്റെ ഇന്ത്യക്കെതിരായി പ്രയോഗിച്ച ചൈനീസ് നിർമ്മിതമായ ചില മിസൈല്, ടർക്കി നിർമ്മിച്ച കൊടുത്ത ഡ്രോൺസ്, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലയെന്ന് അവർക്കും മനസ്സിലായി, ലോകരാഷ്ട്രങ്ങൾക്കും മനസ്സിലായി. അതുകൊണ്ട് ഇന്ത്യയുടെ ആധുനികമായ വെപ്പൺസിൻ്റെ ശേഖരം, അതിൻ്റെ ഒരു ചെറിയ ട്രയൽ മാത്രമാണ് നമ്മൾ നടത്തിയത് എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. കാരണം അത് നമ്മൾ നേരിൽ കണ്ടതാണ്, ലോകം കണ്ടതാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ഇപ്പം അവർ പതുക്കെ ഇന്ത്യയുടെ ചർച്ചയ്ക്ക് റെഡിയാണ് എന്നൊക്കെ മുൻകൂട്ടി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി ഈ പാകിസ്ഥാനിലുള്ള ഈ 3 ഓർഗനൈസേഷൻ, നിയമവിരുദ്ധമായ ഈ ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അതിൻ്റെ ഫണ്ടിങ് അവർ നിർത്തുക, അവരെ ഇന്ത്യക്കെതിരായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യ നിർത്തുക. അതോടൊപ്പം തന്നെ എന്താണ് ഇന്ത്യയുടെ ആവശ്യമെന്ന് UN-ലും അതുപോലെ ലോകരാഷ്ട്രങ്ങൾക്കും മനസ്സിലായി. കാശ്മീരിൻ്റെ കുറച്ച് ഭാഗം പിടിച്ചു വച്ചിരിക്കുന്നത് അത് ഇന്ത്യയോടൊപ്പം ചേർക്കണം. ഇന്ത്യ അതിനാണ് ശ്രമിക്കുന്നത്. അത്തരം പ്രദേശം ഇന്ത്യ കയ്യേറും, അല്ലെങ്കിൽ കൈവശപ്പെടുത്തും. ഇന്ത്യയുടെ ഭാഗം തന്നെ ആയതുകൊണ്ട് അത് 1947 സ്വാതന്ത്ര്യം പ്രാപിച്ച സന്ദർഭത്തിൽ കാശ്മീർ ഇന്ത്യയോട് ചേർന്ന സമയത്ത് കുറേ ഭാഗങ്ങൾ പിടിച്ച് പാകിസ്ഥാൻ വെച്ചിരിക്കുന്നു. അത് നമുക്ക് തിരിച്ച് തന്നേ പറ്റുള്ളൂ. അതാണ് ഇന്ത്യയുടെ. അതുപോലെ തന്നെ മക്മോഹൻ രേഖയുടെ അടുത്ത് കുറേ ഭാഗങ്ങൾ ചൈനയുടെ കൈവശമുണ്ട്. അത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, അത് കാശ്മീരിൻ്റെ ഭാഗമാണ്. ഈ 2 സ്ഥലങ്ങളും ഇന്ത്യയുടെ ഒപ്പം ചേരേണ്ടതാണ് എന്നാണ് ഇന്ത്യയുടെ ഡിമാൻഡ്. അത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലായി.